ചില ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ CPM-നും CPI-ക്കും രണ്ടഭിപ്രായം ഒന്നുമില്ല, അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം, നമ്മുടെ PSC ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചു. ചെയർമാന്റെ ശമ്പളം 2,24,000 രൂപയിൽ നിന്ന് 3,87,000 ഉറുപ്പികയായും അംഗത്തിൻ്റെത് 2,19,000 രൂപയിൽ നിന്ന് 3,80,000 രൂപയായും വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ 150, 200, 300 രൂപ കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ തീരുമാനം. നമ്മുടെ ധനമന്ത്രി എന്താ ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞതല്ല, ആക്ഷേപിച്ചത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേതനം, പ്രതിഫലം ലഭിക്കുന്ന ആശാ വർക്കർമാർ ഇവിടെയാണെന്ന്, അതുകൊണ്ട് ഇത് കൂട്ടിത്തരാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴാണ് ഈ PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ ഈ വർധനവ് വന്നിരിക്കുന്നത്. UPSC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, കേന്ദ്ര ജീവനക്കാരെ നിയമിക്കുന്നതാ, ഓൾ ഇന്ത്യ തലത്തിലുള്ളതാ. അതിലാകെ കൂടെ 10 അംഗങ്ങളാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. കർണാടകയിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഈ കൊച്ചു രാജ്യത്ത്, കൊച്ചു സംസ്ഥാനത്ത് നമ്മുടെ PSC-യിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാമോ? 20 അംഗങ്ങൾ ഇപ്പോഴുണ്ട്. ഒരാളെ കൂടെ നിയമിക്കാം. അത് ഈ ഘടകകക്ഷികൾ തമ്മിലുള്ള എന്തോ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അതിപ്പോ അവിടെ ഒന്ന് നിർത്തിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നാളെയോ മറ്റന്നാളോ 21 അംഗങ്ങളാവും. ഇവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് തൊഴിലുകൾ അവരിങ്ങനെ ഉരുട്ടി ഉൽപ്പാദിപ്പിച്ച് ചെറുപ്പക്കാർക്ക് അങ്ങ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ PSC മെമ്പറാകാൻ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട കേട്ടോ. അങ്ങനത്തെ യാതൊരു നിബന്ധനകളുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ അത് വീതിച്ചെടുക്കുക, അതിന്റെ പേരിൽ വലിയ കോഴ വാങ്ങലുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അഴിമതി ഉണ്ടാകുന്നു. ഈ NCP-യുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതിൽ ഒരു പരാതിയായിട്ട് പറഞ്ഞത് NCP-ക്ക് കിട്ടിയ PSC മെമ്പർ സ്ഥാനം വിറ്റതിനെ കുറിച്ചാ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ CPM-നോ CPI-ക്കോ മറ്റു ഘടകകക്ഷികൾക്കോ NCP-ക്കോ അല്ലെങ്കിൽ RJD-ക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ജനോപകാരപ്രദങ്ങളായ പരിഷ്കാരങ്ങളാണല്ലോ ഇതൊക്കെ. പക്ഷെ ആശാ വർക്കർക്ക് 10 രൂപ കൂടുതൽ കൊടുക്കാൻ പിണറായി വിജയന് പറ്റത്തില്ല, അല്ലെ ബാലഗോപാൽ അത് സമ്മതിക്കത്തില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാ, അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ സർക്കാർ അനുദിനം വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂവറീസ് ആയാലും, ടോളായാലും, സ്വകാര്യ സർവകലാശാലയായാലും, മദ്യനയമായാലും സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ് CPM-ന്റെ നയമെങ്കിലും ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അവർ വേറെയും വഴി തേടാറുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കടലിൽ നിന്ന് മണല് ഖനനം ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീമുമായിട്ട് വന്നിരിക്കുക, സ്വകാര്യ പങ്കാളിത്തത്തോടെ. കൊല്ലത്താണ് ഇത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എതിർക്കണം, ചെറുക്കണം. അതിന് വേണമെങ്കിൽ UDF-മായി സഹകരിക്കാൻ തയ്യാറാണെന്ന് നമ്മുടെ പിണറായി വിജയൻ LDF സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുക. അപ്പോ നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് നമുക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും.